നമ്മുടെ മീനമ്മ ചേച്ചിയുടെ ഷവർമ്മ കടയിൽ ഒരു ദിവസം നോക്കാൻ നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനതങ്ങോട്ട് സമ്മതിച്ചു. ചേച്ചി ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമല്ലേ, അപ്പം അങ്ങോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഈ ഇട്ടത്തൊരു മനുഷ്യവാസം ഇല്ലാത്ത ഈ സ്ഥലത്ത് ഷവർമ്മ കട വെച്ചിട്ട് വല്ല ലാഭം ഉണ്ടാവുകയാണോ ഇവർക്ക്? എന്തായാലും വെറുതെ പോയി ഇരിക്കാം, ഒരു ദിവസത്തെ കാര്യമല്ലേ. ഇപ്പം ആള് വന്നില്ലെങ്കിൽ ഒരു ഷവർമ്മ കഴിച്ചിരിക്കാമല്ലോ ഇവിടെ. അടിപൊളി സ്ഥലമാണല്ലോ. ഇവിടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഗ്രില്ല് ഓണാക്കുക. അപ്പം ചിക്കനൊക്കെ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്കിത് വെറുതെ ഓണാക്കി കൊടുത്താൽ മതി. സാധനം സെറ്റായിട്ടാ. ഇനി പറയുന്നത് ജനാല തുറക്കുക, അപ്പം ആൾക്കാരൊക്കെ വരുന്നുണ്ടാവുന്നു. സാധനം ഓണാക്കിയപ്പോൾ നല്ല സ്മെല്ലടിക്കുന്നുണ്ട്, അപ്പം ആൾക്കാരൊക്കെ പറന്ന് വരും എന്ന് പറയണേ. എന്തായാലും പോയി നോക്കാം. സെർവ് ചെയ്യണതിന് മുമ്പ് സേഫ്റ്റി റൂൾസ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സേഫ്റ്റി റൂൾസ് നമുക്കൊന്ന് ആദ്യം വായിക്കാം കേട്ടോ. അപ്പോൾ 7 റൂൾസാണ് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു സോഡ കൊടുക്കണം. പിന്നെ നനഞ്ഞ വല്ല സാധനം തരാണെങ്കിൽ അത് എടുത്ത് വെക്കണം കൗണ്ടറിൽ. എല്ലാ വെള്ളിയാഴ്ച രാത്രി 2 മണിക്ക് ഒരു കാറ് വരും. ആളില്ലെങ്കിലും അതൊരു ഇൻസ്പെക്ഷനാണ്, ബാക്കിത്തെ വാതിലൂടെ ഇറങ്ങി ഓടാൻ. അത് ഷവർമ്മ കട തന്നെയല്ല, വല്ല ഇല്ലീഗൽ സ്ഥലമാണോ എന്തോ. ഇതിൽ മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ചിലവർക്ക് കൊടുക്കാൻ പാടില്ല, അത് നോക്കിയും കണ്ട് ചെയ്യാനാണ്. അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാരെന്ന് ഉദ്ദേശിച്ചത് എന്താവും? എന്തായാലും നമുക്ക് നോക്കാം. എത്ര നേരം തുറന്നിട്ടിട്ട് ആരും വരുന്നില്ലല്ലോ. അതൊരു ചേച്ചി വരുന്നുണ്ട്, നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ. ഓക്കെ മാമിൻ്റെ ഷവർമ്മ ഞാനിപ്പോൾ റെഡിയാക്കി തരാം. സ്റ്റാർട്ട് വിത്ത് ലവാഷ്. ചപ്പാത്തിയിൽ വെച്ച് കൊടുക്കണം. നമ്മുടെ അവിടെയൊക്കെ കുബൂസിലാട്ടാ, ഇവിടെ ചപ്പാത്തിയിൽ വെച്ച് കൊടുക്കണം. അവിടെ ഇട്ട് നോക്കാം. ഇനി ബേസായി. ഇനി ഇതിൽ മയോണൈസ് എവിടെയാ? പച്ചമുളക്, കുറച്ച് മയോണൈസും, ഇനി കുറച്ച് ചീസും, ഇനി കുറച്ച് സാലഡും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ എടുക്കാം. നിങ്ങൾക്ക് ആ സൗണ്ട് കേട്ടിട്ട് എനിക്ക് വായിൽ വെള്ളം വരുന്നു. എത്ര നാളായി ഒരു ഷവർമ്മയൊക്കെ കഴിച്ചിട്ട്. എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, ഇനി റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാ ചേച്ചിയുടെ അടിപൊളി ഷവർമ്മ. താങ്ക് യു. പിന്നെ വന്നോളട്ടെ ചേച്ചി. സംഭവം നല്ല എളുപ്പമല്ലേ, ഒരു ഷവർമ്മ കട തുടങ്ങിയാലോ. ഇനി ടൈം പാസിന് TV ഒക്കെ ഉണ്ട് കേട്ടാ. TV കാണാം. അതായത് 2 TV എന്തിനാ? ഇത് CCTV ആട്ടാ. CCTV കസ്റ്റമർ വന്നിട്ടുണ്ട്. അയ്യോ ചേട്ടാ വിളിക്കണ്ടേ, ഞാനവിടെ വെറുതെ TV ഒക്കെ നോക്കി നിൽക്കായിരുന്നേ. ഷവർമ്മ എക്സ്ട്രാ സോസ് വെച്ചിട്ടാ. ഞാനിപ്പോൾ സെറ്റാക്കി തരാട്ടാ. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഈ ലാവേശം വെച്ച് സോസുകളൊക്കെ ഇട്ടുകൊണ്ടെന്ന് എനിക്ക് കഴിഞ്ഞാൽ വേഗം സെറ്റായി. വിശേഷങ്ങളൊക്കെ പറ, നമുക്കിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാന്നേ. ചേട്ടൻ ജാസി പ്രഗ്നൻ്റ് ആയതൊക്കെ അറിഞ്ഞാ? ഇപ്പം റീൽസിന് മൊത്തം അത് തന്നെ കാണിക്കണേ. ഈ കൊച്ചു കേരളത്തിൽ ഇപ്പം എന്തൊക്കെയാ നടക്കണല്ലേ. ചേട്ടനത് വല്ല അറിയണ്ട. എന്നാ പിടിച്ചോ, സംഭവം സെറ്റായി. എന്തൊരാളാണൊരു താങ്ക്സ് പോലും പറയാണ്ട് പോവുക. ആദ്യം വന്ന ചേച്ചി നൈസായിരുന്നു. ഇയാളെന്തട്ടാ. അത് 2 പേരും കൂടി വരുന്നുണ്ടല്ലോ, നല്ല കച്ചവടാവല്ലോ. ചേച്ചി രാത്രി എന്താ ഈ ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കണേ? ആ ചേച്ചിയുടെ തല ഒടിയുണ്ടല്ലോ. ആ ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതിൻ്റെ തലയ്ക്ക് എന്തോ കഴുത്തൊക്കെ ഒടിച്ച് കാണിക്കണത്. എന്താ സർക്കസിന്ന് എഴുന്നേറ്റ് വന്നേക്കണ? ഇനി ഇവരാണോ പറഞ്ഞവര് കൊടുക്കാൻ പാടില്ലാത്തവർക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ? 2 പേരും നിങ്ങൾ തലൊടിച്ചൊക്കെ കാണിക്കണേ. അതിപ്പോൾ അതിരാത്രിക്ക് വന്നിട്ട് ഞാൻ ഷട്ടർ അടിക്കാൻ പോകട്ടെ. ഇവരാൾക്കാരെന്തോ ശരിയല്ല. സോറി ചേച്ചി, കഴുത്തൊടിക്കണവർക്ക് ഞാനിവിടെ ഷവർമ്മ കൊടുക്കാറില്ല. ഞാൻ ക്ലോസ് ചെയ്യാൻ പോകട്ടെ. ഇങ്ങനെ അടച്ചാൽ അവർ പോവോ? ഇനിയിപ്പോൾ എന്തുണ്ടാവാൻ പോണേ? But he is still inside. He never left. We never leave. ചേച്ചി പേടിച്ചോണ്ടാണ്, ഉപദ്രവിക്കല്ലേ, പോവില്ല എന്നൊന്നും ഇങ്ങനെ പറയല്ലേ. CCTV വെച്ച് നോക്കാം അവർ പോയോന്ന്. പോയില്ലോ, വെറുതെ പേടിപ്പിച്ചു. പോയി, ബാക്കിൽ ഫ്രണ്ടിലില്ല. ഇനി നമുക്ക് ഷട്ടർ ഓപ്പൺ ആക്കാം. വേറൊരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ചേച്ചി പിന്നെയും ഇതെന്താണിത്? ഡാൻസാ? ചേച്ചിക്ക് സ്ഥലം മാറിപ്പോയി തോന്നുന്നു. ഇത് ക്ലബ്ബല്ല, ഷവർമ്മ കടയാണ്. അപ്പോഴേക്കും കാശ് അയച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് തരാട്ടാ. എന്നോട് സംശയം ചോദിക്കേ? ചോദിച്ചോളൂ.
കൈ എവിടെ കഴുകിയിട്ട് ബാത്റൂമിൽ പോവാന്നാ എന്തിട്ട് ചോദിക്കുന്നു. കുടിച്ചുണ്ട നീ പെണ്ണ്? ഡാൻസ് കണ്ടിട്ട് നല്ല കുടിയെത്തിയാന്ന് തോന്നുന്നുണ്ടല്ല. CCTVയിൽ ഇതൊക്കെ റെക്കോർഡാവുണ്ട. അടിപൊളി ഡാൻസ്. നാളെ റീലിൽ ചേച്ചി ഡാൻസ് ഇട്ട് വൈറലാവും. ചേച്ചിനെ ഞാൻ വൈറലാക്കാൻ പോകട്ടെ ചേച്ചിയെ. പാവം ചേച്ചി ഡാൻസ് കളിച്ചുള്ള എനർജി പോവും. വേഗം ഒരു ഷവർമ ഉണ്ടാക്കി കൊടുക്കുക. സംഭവം എന്തായാലും വേഗം ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിക്ക് എന്നോടും കളിക്കാൻ വരാൻ പറയും. എന്നാ ചേച്ചിയുടെ ഷവർമ. വിശന്നിട്ടാ കളിച്ചേ. ഉണ്ടാക്കി കൊടുത്ത് നന്നായി. ഇനി അങ്ങനത്തെ ആൾക്കാരാണ് വരാൻ പോണത്. പോയില്ലേ പിന്നെ ഡാൻസ് കളിച്ച് വരാ. ഒരു ഷവർമ മതിയല്ലേ. എന്തുട്ടാ ഇത്? എന്തുട്ടുണ്ടായേ? ഷവർമ കിട്ടാത്തതിന് ചാടി വന്ന് എന്തിട്ട് സാധനം മേത്തേക്ക് ചാടി കയറി വന്ന്. ചേച്ചി കണ്ടത് ഒരു സാധനം കയറി വന്ന് കണ്ട കാണാനായിട്ട്. ചേച്ചിക്ക് കണ്ണില്ലാത്ത പോലെ. ചേച്ചിക്ക് കണ്ണില്ല. ചേച്ചി നീരിട്ടത്തെങ്ങനെയാ നടന്നു വന്ന്. ചേച്ചിയുടെ കണ്ണ് കണ്ടിട്ട് എനിക്ക് അത്ര പിടിക്കണില്ല ചേട്ടാ. സോറി ചേച്ചി, ഇവിടുത്തെ ഒരു പോളിസിയാണ്. നമുക്ക് സംശയമുള്ളവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാനിത് ക്ലോസ് ചെയ്യട്ടെ. ഒന്നും വിചാരിക്കരുതട്ടാ. CCTVയിൽ എന്തായാലും നോക്കാം ചേച്ചി പോയോന്ന്. പോയി. ഭാഗ്യണ്ട്. ഇനി അടുത്ത ആളാരാണോ വരാൻ പോണേ. ഈ ഡയലോഗ് മുമ്പ് എപ്പോഴും കേട്ട പോലെ. എക്സ്ട്രാ സോസ് വെച്ച് അയാളല്ലേ ആദ്യം വന്ന ആള്. ഇത്രയും പെട്ടെന്ന് തനിക്ക് പിന്നെയും വിശന്നു തുടങ്ങിയ. എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. ഇന്നാ ചേട്ടൻ്റെ ഷവർമ. അതേ സെയിം ഡയലോഗ് പിന്നെ. ഇയാളെന്താ ലൈൻ അടിക്കാൻ വന്നതാണ്. അയ്യേ, ഇതെന്താ ഇവിടെ അടിയിൽ കിടക്കണ? ചിക്കൻ തെറിച്ച് വീണ? എന്താ ചീഞ്ഞ പോലെ സാധനം? ആരെങ്കിലും എറിഞ്ഞിട്ട് പോയാ? ഇതിന്ന് വല്ല ലീക്കാവണ്ടേ നീ? അടുത്ത കസ്റ്റമർ. പാപ്പൻ എന്താ വേണ്ടേ രാത്രി? എന്നിട്ട് ഭാഷ പാപ്പൻ പറയണോ? ഇതെങ്കിൽ സോംബി അല്ലാണോ? മനസ്സിലാവണില്ല. എന്നിട്ട് പറയണേ. മനസ്സിലാവാത്തവരുടെ മുഖത്ത് ഞാൻ ഷട്ടർ അടിക്കും. ഒന്നും തോന്നരുതേ. CCTV നോക്കാം. എന്തിട്ട് പറയണേ? എന്താ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ സൗണ്ടൊക്കെ? ബാക്കിൽ ആരെങ്കിലും വന്ന് നിൽക്കണ്ട? അപ്പാപ്പൻ്റെ മോളും അല്ല നിൽക്കണ്ട? അപ്പാപ്പൻ്റെ അടുത്ത് ചോദിക്കാം. പോയില്ല. അപ്പൊ എവിടെ നിന്നായി പെണ്ണിന്റെ സൗണ്ട്? ഞാൻ ഇവിടെ വന്ന നേരം കൊണ്ട് ആരെങ്കിലും ഉള്ളിൽ കയറുമോ? വേഗം ഉള്ളിൽ തന്നെ പോവാം. വാതിലടച്ച് വെക്കാം. ഇനി അടുത്ത കസ്റ്റമർ ആരാന്നൊന്ന് പോയി നോക്കാം. ഇനിയെങ്കിലും ഒരു നോർമലായിട്ടുള്ള ആളായിരിക്കണേ ഭഗവാനെ. അതാ പിന്നെയും കുടിയാണ്. രാത്രി മൊത്തം കുടിയന്മാരാണല്ലോ വരുന്നത്. മനുഷ്യന് ഭ്രാന്തൊക്കെ. എന്താ ചേട്ടാ നിങ്ങൾക്ക് വേണ്ട? ഒരു ഷവർമയാ. ഏത് ട്രെയിനിങ്ങിന് പോയിട്ടാണ് ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയത്? സ്കൂളിൽ ട്രെയിനിങ് കൊടുക്കണവർക്കൊന്നും ഷവർമ കഴിക്കാൻ പാടില്ല. ചേട്ടൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള സലാഡൊക്കെ കഴിക്കിട്ടാ. ഞാൻ കടടക്കാണ്. ട്രെയിനിങ് ഒക്കെ നടത്തണവര് ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ്. എന്നോടൊന്നും തോന്നരുതേ. അടുത്തതെങ്കിലും ഒരു നോർമൽ കസ്റ്റമർ ആയിരിക്കണേ. മേരി ക്രിസ്മസ്. ക്രിസ്മസ് പാപ്പ ഷവർമ കഴിക്കാൻ വന്നേക്കാം. മേരി ക്രിസ്മസ് പാപ്പ. എന്തായാലും ആൾക്കൊരു ഷവർമ ഉണ്ടാക്കി കൊടുക്കാം. പക്ഷെ ആളെ ബാഗ് എന്താ ഇങ്ങനെ ആടണേ? ഗിഫ്റ്റുകൾ ഇങ്ങനെ ആടേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ ഒരു കള്ളത്തരം ഉണ്ട് ഇതില്. സോറി ക്രിസ്മസ് പാപ്പ. ക്രിസ്മസ് പാപ്പയ്ക്ക് ഞാൻ ഷവർമ തരാൻ പോണില്ല. ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണേ. എന്നോടൊന്നും തോന്നല്ലേ. കണ്ട ഞാൻ പറഞ്ഞില്ല, സഞ്ചിയിൽ എന്തോ ഉണ്ട്. അത് ആർഡറിന് കണ്ട. എന്തായാലും കൊടുക്കാണ്ട് നന്നായി. പോയത് പോയി. ഇനി നമുക്ക് അടുത്ത കസ്റ്റമറിനെ പിടിക്കാം. അത് നോർമലായിട്ടുള്ളൊരു ചേച്ചിയായിട്ട് തോന്നുന്നുണ്ട്. ചേച്ചിക്ക് എന്താ വേണ്ട? 2 ഷവർമയോ? ഇതാ ഇപ്പം കൊണ്ടുവരാട്ടോ.
നമ്മൾ ആദ്യം ലാവേഷ് ഇട്ടു, പിന്നെ അതിൻ്റെ സോസും ചട്നിയും എല്ലാ സാധനവും സെറ്റാക്കി. ഇതാ ചേച്ചിയുടെ ഷവർമ റെഡി. ഇനി ഒരു സോഡ ക്യാനും കൂടി, അത് ഞാനിപ്പോൾ എടുക്കാം. സോഡ ക്യാൻ ചിരിച്ചുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കാൻ പറഞ്ഞു. ചേച്ചിക്ക് കൊടുക്കാൻ പറ്റും, എന്തായാലും ഇതാരത്? ചേച്ചിയുടെ ഭർത്താവിനെയും കൊണ്ട് വന്നേക്കണ. ഇങ്ങനെ ഓസിക്ക് അടിച്ച് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ കാശ് ചാർജ് ചെയ്യും കേട്ടോ. വിളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ലേ? എവിടെ വിളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഷവർമയിൽ മൊത്തം തുപ്പലാക്കിണ്ടാവും. ചേച്ചി എക്സ്ട്രാ കാശ് തരേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ്. ഇപ്പം തന്നെ ഉണ്ടല്ല ഷവർമയിൽ നക്കിയിട്ട് പോയുള്ളൂ. അയ്യോ, അടുത്ത കസ്റ്റമർ വന്നില്ല. ഒരാളെങ്കിലും നോർമലായിട്ടുള്ളത് വന്നൂലോ. ചേട്ടന് ഇവിടെ വല്ല നടക്കണത് അറിയണ്ട. എന്തൊക്കെയാ ഇവിടെ നടക്കണത്? നോർമലായിട്ട് വന്നിട്ടോ. ആകെ ഒരാൾ ചേട്ടനാന്ന് തോന്നുന്നു. അതുകൊണ്ട് ചേട്ടന് ഞാൻ നല്ല സൂപ്പർ ഷവർമ ഉണ്ടാക്കി തരാട്ടാ. ചേട്ടൻ കമ്പനിക്കായിട്ട് ആരും കൂട്ടിയിട്ടൊന്നുമില്ല. ആരും ഇല്ലല്ലോ ഇവിടെ. എന്നാ പിടിച്ചോട്ടാ. Here you go. I know you farted in my food. You're lucky I'm hungry. What's that smell? നോർമലായ ഒരാള് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് വൃത്തിയോട് പറഞ്ഞിട്ട് അയാള് പോണ. ഇനി മാതിരി ഐറ്റംസ് ഞാൻ അപ്പ ഷട്ടർ അടയ്ക്കും. ചേച്ചി അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു. ഷവർമയല്ലേ, ഞാൻ അപ്പം ഉണ്ടാക്കി തരാട്ടാ. Great, thanks. It already smells amazing. ചേച്ചി കാശൊക്കെ വേദുണ്ട്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമ്മൾ ഒരു അടിപൊളി ഷവർമ തന്നെ ഉണ്ടാക്കാൻ പോകട്ടെ. ആരാ അവിടെ വാതിൽ കൊട്ടണ? നിങ്ങളാ സൗണ്ട് കേട്ട്? ആരാ വാതിൽ കൊട്ടണ പോലെ? CCTV നോക്കാം. ചേച്ചി ഇവിടെ ഒക്കെ ഉണ്ട്. ബാക്കിലും ചേച്ചി, ഫ്രണ്ടിലും ചേച്ചി, ബാക്കിലും ചേച്ചി. ഡബിളാ. അയ്യോ, അത് വേഗം ക്ലോസ് ആക്കുക. ചേച്ചിയും ശരിയല്ല. എന്താ ക്ലോസ് ആവാത്തേന്ന്? എന്താ ക്ലോസ് ആവാത്ത? സ്റ്റക്കായ എന്താ ക്ലോസ് ആവാത്ത? അപ്പം ഇന്നത്തെ കാര്യം തീരുമാനമായി. അപ്പം നമുക്ക് അടുത്ത ഗെയിമിൽ കാണാം കേട്ടോ.